ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണക്കാരനായ ഡ്രൈവറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാട്ടിട്ട് കേട്ടോ. അപ്പോൾ അനുബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ എത്തി, പമ്പിലെത്തി. അവിടുന്ന് ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ എന്തെങ്കിലും ലോഡിങ് രണ്ടാളുണ്ട്, അവർ കൂടെ ഉണ്ട് കേട്ടോ. അവർ രാവിലെ നേരത്തെ എടുക്കട്ടെ, ഒരു 4 മണിയാവാൻ നേരത്തെ ഞാൻ രാവിലെ എടുത്തുകൊണ്ട് പോകുന്നതാട്ടോ അവരെ. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച കോറി, നമ്മൾ പോണ കോറിയിൽ ഇപ്പോൾ കല്ല് സീറ്റിംഗ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് കൂടെ നമ്മൾ സ്ഥിരം എടുക്കേണ്ടതാണ്. മേപ്പാറൊക്കെ വലിച്ചിരുന്ന കളാണ്. അപ്പോൾ മേടിയനുണ്ട്. അപ്പോൾ അവിടുന്ന് മേടിയൻ എന്തായാലും രാവിലെ ഇന്ന് ഓരോ ലോഡ് സീറ്റിംഗ് ആക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോകട്ടെ. അപ്പോൾ നമ്മൾ കോട്ടയ്ക്കൽ ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇത്തിക്കൽ പമ്പിൻ്റെ അവിടുന്ന് കോട്ടയ്ക്കൽ ചട്ടിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ കോറിയിൽ എത്തിയേക്ക് നമ്മളത് ആ കല്ലും കാര്യങ്ങളൊക്കെ സീറ്റിംഗ് ആക്കി. ഒരു ലോഡിൻ്റെ മേലെ കല്ല് സീറ്റിംഗ് ആട്ടാ. ഒരു ലോഡല്ല 2 ലോഡുകളുണ്ട്. അങ്ങനെ കോറിയിലെത്തി നമ്മൾ പയ്യന്മാർ നല്ല ഉഷാറായിട്ട് കയറ്റി വണ്ടി വേഗം ലോഡാക്കിയൊക്കെ തന്ന്. കാരണം സമയം ഓർക്കണം, രാവിലെ 4:30-5 മണി ടൈമാണ് ഇപ്പോൾ ഈ കല്ല് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സീറ്റിംഗ് ആക്കി തന്നുകൊണ്ട് മാത്രമായിട്ടായി കയറ്റുന്നുണ്ട്. കാരണം നമ്മൾ നല്ല വെളിച്ചുള്ള മഞ്ഞൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ടാണ് ഇത്ര ക്ലിയറായി കിട്ടിയിട്ടുള്ളൂ കേട്ടോ വീഡിയോയിൽ. അങ്ങനെ ലോഡൊക്കെ കയറ്റി നമ്മളിതാ പോകുന്നു കേട്ടോ. പോണവരിൽ നല്ല തിരിച്ച് വരികയാണ്, ലോഡ് കയറ്റി വരികയാണ്. ലോഡിങ്ങിൽ രണ്ടാളും നല്ല ഉറക്കാട്ടാ. പിന്നെ ഞാൻ ശല്യപ്പെടുത്താമെന്ന് നിന്നിട്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരം വെളുത്തു തുടങ്ങി. അങ്ങനെ സൈറ്റിലെത്തിയിട്ട് ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും സൈറ്റിലെത്തിയിട്ടോ. നേരം വെളുത്ത പാട് സൈറ്റിലെത്തി. അങ്ങനെ പാർട്ടിക്കാരന് അവിടെ 2ാം നിലയ്ക്കുള്ള കല്ലാട്ടോ, സെക്കൻഡ് ലെയറാണ്. അവിടെ ഇപ്പോൾ നിലവിൽ 6 ലോഡോളം നമ്മൾ ഇറക്കിയിട്ടുണ്ട് മേലേക്കുള്ള. നമ്മളൊരു കൂട്ടുകാരൻ്റെ ഫൈസലിൻ്റെ വീടിനാട്ടത്. കല്ല് അത്യാവശ്യം ടമ്പറും കാര്യങ്ങളൊക്കെ ഉള്ള കല്ലാട്ടോ, നല്ല ചെടിപ്പുട്ടോ മേടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കല്ലൊക്കെ ഇറക്കിയാണ് പിന്നെ നമ്മൾ പോയത് ചേണ്ടിക്കാട്ടോ. ആദ്യം ചട്ടിപ്പറമ്പ് നിർത്തി, രണ്ടാമത്തിലോട്ട് ചേണ്ടിക്കാട്ടോ പോയത്. ചേണ്ടിയിൽ IBG ക്രഷറിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഈ റോഡ് തന്നെ മോശമായിട്ടുള്ള റോഡാട്ടോ. ഈ റോഡ് വളരെ മോശം തന്നെ, അത്രയ്ക്കൊരു വൃത്തിയായിട്ട റോഡ് വേറില്ല കേട്ടോ. ക്രഷറിൻ്റെ ഒരു ചുരം മാറ്റത്തുള്ള റോഡാണ്. അങ്ങനെ ഒരുപാട് കല്ലിനും കരിങ്കല്ലിനും കാര്യങ്ങൾക്കും എംസാനിനൊക്കെ വേണ്ടി ഒരുപാട് വണ്ടികൾ അവിടെ കാത്തുക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ പറഞ്ഞാൽ ഒരുപാട് വണ്ടി, ടോറസും ചെറുവണ്ടിയും വലിയ വണ്ടിയൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ കാത്തുക്കുന്നുണ്ട് അവിടെ. റോഡ് പൊതുവേ പറ്റ മോശമാണ്. ഈ കോറി, കരിങ്കൽ കോറിക്കും ചെങ്കൽ കോറിക്കുള്ള റോഡിൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. ഫോണൊന്നും നേരേക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. ലോഡിങ്ങേരെ മാക്സിമം നല്ല രീതിയിൽ പിടിച്ചിട്ട് പോകാനെ കൊണ്ടൊന്നും അത്രയ്ക്ക് എത്ര പിടിച്ചിട്ടും ഫോൺ കയ്യിൽ നിന്ന് വെട്ടലും എന്തൊക്കെ കൂടി ആയപ്പോഴൊരു സംഭവമായിട്ട്. അങ്ങനെ നമ്മൾ കോറിൻ്റെ അടുത്തെത്താത്ത അവിടെ ചായപ്പൊടി ഉണ്ട് കേട്ടോ, കോറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ കാക്കാനോട് പറഞ്ഞു, ചാക്ക 3 ചായയും വേണം കടിയും വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 3 ചായയൊക്കെ കാക്ക ചായയും കടിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിടയ്ക്ക് നമ്മളെ ലോഡിങ്ങേർ അങ്ങനെ ഫോൺ കളിച്ചിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ പരസ്പരം അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നാട്ടിലത്തെ കഥ അതും ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാക്ക നമ്മൾ ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടാ. നമ്മളെപ്പോൾ പോയാലും അവിടുന്ന് ഒരു ചായ കുടിക്കൽ പതിവാണ്. ഒരു ദിവസമല്ല, നമ്മൾ എന്നുള്ളതാണ്. എന്ന് പോയാലും അവിടുന്ന് ഒരു ചായ കുടിക്കാത്തൊരു ദിവസം ഉണ്ടാവലില്ല. കാരണം മൂപ്പർക്ക് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഈ വണ്ടിക്കാരെ കച്ചവടം ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാവില്ല കേട്ടോ. അല്ലാതെ വലിയ കച്ചവടങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് ചായയും പിന്നെ കുറച്ച് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ മറ്റുള്ളതൊന്നുമില്ല, ഹോട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ഈ ലൈറ്റായിട്ട് ചായയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കടികൾ മൂപ്പര് പിന്നെ പുറത്തുനിന്ന് ഇറക്കേണ്ട കടികളാണ്. അന്ന് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കടികൾ എന്താ വെച്ചാൽ അവിടെ സമൂസ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഉണ്ടപ്പൊരി മാരത്തൊരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെ നെയ്യപ്പം എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതിൽ ആ ഒരു ഉണ്ടപ്പൊരി മാറ്റ സാധനമായിട്ട് എടുത്തത്. ആരും മധുരമുള്ള ടൈപ്പാണ്. എന്തായാലും എണ്ണക്കടീൻ്റെ കഥ ഒന്നും പറയണ്ടല്ലോ, നമ്മൾ കൂടുതലായിട്ടൊന്നും കഴിക്കലില്ല. നെയ്യപ്പും സമൂസയും ആ ഉണ്ടപ്പൊരി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ അതേലും മറ്റേ ഉണ്ടപ്പൊരി മരത്തൊരു സാധനം എടുത്തു. ഉണ്ടപ്പൊരി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് മരത്തുള്ള കേട്ടോ. എന്താ ഇപ്പോൾ നമ്മൾ സാധില്ലേ ഈ ഉഴുന്നുവട മാരത്തെ ഉണ്ടപ്പൊരി കേട്ടോ. ഒരു രസമുണ്ട് കേട്ടോ, നല്ല മധുരവും കാര്യങ്ങളും നല്ലൊരു സ്വീറ്റായിട്ടുള്ളൊരു സാധനം തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ കോറിയിലെത്തിട്ടോ. പറഞ്ഞാൽ കോറിയിൽ ഗ്യാപ്പായിട്ടൊന്നും പോയതല്ല, ഗ്യാപ്പ് ഒരുപാട് കഴിയണം ഇനി കല്ല് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ. കാരണം അത്യാവശ്യം വണ്ടി ഉണ്ടായിരുന്നു. കളത്തിൽ ചെന്നപ്പോൾ 3 വണ്ടിയോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. കളത്തിൽ പറഞ്ഞാൽ നമുക്കൊരു 3/4 ടമ്പർ കല്ലാട്ടോ. നല്ല സൈസുള്ള മഞ്ഞ കല്ലാണ്. ചേണ്ടി ഭാഗങ്ങളിലൊക്കെ പൊതുവേ ഉള്ളത് മഞ്ഞക്കല്ലാണ്. അപ്പോൾ എന്നിരുന്നാലും ആ കല്ല് തന്നെ കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. കല്ല് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കല്ലായിരുന്നു. നമുക്ക് എവിടെയും ഏത് പടവിനും പറ്റിയൊരു ടൈപ്പ് കല്ല് തന്നെ ആയിരുന്നു കേട്ടോ. മോശപ്പെട്ട കല്ലൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളവിടെ ചെന്നപ്പോൾ നല്ല വ്യൂ ആണ്. നമുക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഇനി 2 വണ്ടി കഴിഞ്ഞിട്ട് വേണം. ആ വലിയ വണ്ടിയും കഴിയണം, ചെറുവണ്ടിയും കഴിയണം. അതിൻ്റെ ശേഷമാണ് നമ്മളെ ഗ്യാപ്പ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടുന്ന് ലോഡിങ്ങേർക്ക് ഭക്ഷണമൊക്കെ വാങ്ങി വരുന്ന വരവില്ല. അവിടെ ഉണ്ട് ആ പണിക്കാർ പനങ്കുരും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ. ഇപ്പോൾ പനങ്കുരുവിന് എന്തോ ഒരു റേറ്റ് മാറ്റം ഉണ്ട് തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ സ്ഥിരമായിട്ട് ഇത് റോട്ടുമ്പോൾ ഉണ്ടാവും. ഞങ്ങൾ പോണ സമയത്തൊക്കെ അവർ പനങ്കുരുവിൻ്റെ കൊല നന്നായിട്ട് റോട്ടുമ്പോൾ ഞങ്ങൾ വണ്ടി കയറ്റിങ്ങനെ ഇങ്ങനെ അലിച്ച് കൊടുക്കലാട്ടെ, കുരു വേർത്തി കൊടുക്കലാണ്. അങ്ങനെ പണിക്കാർ ചായ കൂടി കഴിഞ്ഞ് അങ്ങനെ സെറ്റായി. പിന്നെ നമ്മളെ വണ്ടി കയറ്റാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ടോ. പിന്നെ മഞ്ഞക്കല്ലാണ്, കല്ല് കണ്ടില്ല നിങ്ങൾ, സ്വർണ്ണം പോലത്തെ മഞ്ഞേട്ടാ. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സൈറ്റിലൊക്കെ അതേമാതിരി കൊടുക്കുമ്പോൾ അവർക്കൊന്നും വലിയ കുഴപ്പമില്ലാത്തൊരു കല്ലാണ്. നമ്മൾ കൂട്ടുകാർക്ക് ഒരു ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ അങ്ങനത്തെ കല്ലാകുമ്പോൾ കാരണം കാണുമ്പോൾ വിചാരിക്കും ചെവിടിയാണ് ഇതാണെന്നൊക്കെ തോന്നും. കാരണം ഇതൊരു 10 കനം ഏറിപ്പോയ താവുള്ളൂ, ഈ കൂടുതൽ ആ കളം താവൂല കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ് അവിടെ വരുന്നത്. കല്ല് അത്യാവശ്യം ടമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലോഡാക്കാൻ നേരത്ത് നമ്മളൊരു സാന്നിധ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ലോഡ് കയറ്റുന്നത് വിചാരിച്ച മാതിരി കല്ല് കയറില്ല. ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ 10 കല്ല് ഗ്യാപ്പ് വന്നാൽ ഒരു കല്ലിൻ്റെ ഗ്യാപ്പ് അവിടെ പോയി.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ ഓരോ കയറ്റലിലും നമ്മൾ ഓരോ കല്ലിടുമ്പോഴും നമ്മളെ ശ്രദ്ധ ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ കറക്റ്റ് കല്ല് കയറില്ല, അതിനനുസരിച്ച് പിന്നെ ഒതുക്കാനും കഴിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എപ്പോഴും ലോഡ് കയറ്റുന്ന സമയത്ത് നമ്മളെ സാന്നിധ്യം വണ്ടിൻ്റെ മുകളിൽ ഉണ്ടാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാട്ടോ. കാരണം അവരെങ്ങാനും ഗ്യാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ കല്ല് വിചാരിച്ച മാതിരി നമ്മൾ മേലും കയറില്ല അടിയിലും കയറില്ല കേട്ടോ. അടിമൂല് 13 ലൈന് പോണ ഒരു കല്ലാണ് മൊത്തത്തിൽ. അപ്പോൾ അതങ്ങനെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി ഏതാണ്ടൊക്കെ ലോഡായി തുടങ്ങി കേട്ടോ. പിന്നെ അപ്പം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് നോക്കണമല്ലോ എന്തായാലും. സീറ്റിംഗ് ഒക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വേണ്ട, പിന്നെ മേലിടാളൊക്കെ സെറ്റാക്കി കൊടുത്താൽ ഒരു പിന്നെ കുഴപ്പമില്ലാതെ കയറ്റുമല്ലോ കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ ലോഡായിട്ടോ. അങ്ങനെ ഞങ്ങൾ പായും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഹൈവേയിലെത്തിയിട്ടു. ഹൈവേയിലെത്തിയപ്പോൾ നമ്മളെ കോഴിച്ചിന ഭാഗത്തെത്തിയപ്പോൾ കണ്ട ലെഫ്റ്റ് സൈഡിൽ MSP ക്യാമ്പാട്ടോ. നമ്മളെ വീടിൻ്റെ പരിസരത്തുള്ളൊരു ക്യാമ്പാണ് ലെഫ്റ്റ് സൈഡ്. പിന്നെ ഇത് ഹൈവേൻ്റെ വക്കാട്ടോ. നമ്മൾ കുട്ടികൾക്ക് ഇത് ഫോട്ടോ ഒക്കെ എടുക്കൽ ഭയങ്കര റങ്കായിട്ടിരിക്കുക കേട്ടോ. അവർക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ ഭയങ്കര രസമാട്ടോ. അല്ലേ നൂറയിൽ എപ്പോഴും ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ എടുക്കൊന്നുമില്ല, വലിയ ഷെയറായിട്ടൊന്നും എടുക്കില്ല, എന്നാലും എന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇതാക്കട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് കക്കാട് ഭാഗത്തേക്കാണ്. കക്കാട് ഭാഗത്തേക്ക് ഹൈവേ കൂടി പോകുമ്പോൾ എന്ത് രസമാണെന്ന് പറയാം റോട്ടുമ്പോൾ കൂടി പോകാനും. കാരണം നമ്മളെ വണ്ടി 60 കൂടുതൽ പോകാത്തതിൻ്റെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. അങ്ങനെ ഞങ്ങൾ സൈറ്റിലെത്തിയൊക്കെ അവിടെ ഇല്യാസ്കണ്ട് അവിടെ പണിയെടുക്കുന്നു കേട്ടോ. ഇല്യാസ്ക അതേമാതിരി നമ്മളെ കല്ലിട്ട് പടവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടുവരണം. അവിടെ കല്ലില്ലായിരുന്നു കേട്ടോ, അവർക്ക് തീരെ എടുക്കാനില്ലായിരുന്നു. നമ്മൾ വന്ന കല്ല് മാത്രമേ അവർക്ക് ഉപയോഗിക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ രണ്ടാളുണ്ടായതുകൊണ്ട് വേഗം ഇറക്കി തീരും കേട്ടോ. അങ്ങനെ ഇല്യാസ്ക നമ്മൾ കൊണ്ടുവന്ന പാടന്നെ കല്ലെടുത്തും കണ്ട് അത് കണ്ട രണ്ടായിട്ട് തന്നെ കാണണ്ട. ആദ്യം പഠിത്തതൊക്കെ ചുവപ്പ് കല്ല്, പിന്നെ നമ്മളെ കല്ല് മഞ്ഞക്കല്ല്, അങ്ങനെ ഒരു മാറ്റമുണ്ട്. അങ്ങനെ ഇരിക്കും ഞാൻ ബോഡിയും കാര്യം മണ്ണ് തട്ടുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പൊന്തിക്കുക തട്ടുക ടിപ്പറായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബോഡിയൊക്കെ അടച്ച് പായൊക്കെ ഒക്കെ ഊരിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടാക്കി ചാവി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് വേറെ റൂട്ടിലേക്കാണ്. ഇനി പോകുന്നത് മീനാർക്കുഴി ഭാഗത്തേക്കാണ്. അവിടെ നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു കള, നമ്മളൊരു സ്വന്തം ഒരാളതാണ്. നമ്മളെ പഴയ ഒരു കൊറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. മൂപ്പരെ വീട്ടിലൊരു കളയുണ്ട്, അപ്പോൾ അങ്ങോട്ട് അടഞ്ഞു പോണത്. അവിടെ എന്താ വെച്ചാൽ പിന്നെ പോണ ഭാഗം എന്ന് പറഞ്ഞാൽ മൊത്തം ബ്ലോക്കാണ്. മൊത്തം ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എടരിക്കോട് തൊട്ട് ബ്ലോക്കാണ് തുടങ്ങിയിട്ട് കോട്ടക്കൽ വരെ നല്ല ബ്ലോക്കുള്ള സമയമാണ്. കാരണം അതിലിടയ്ക്ക് ഇവിടെ എടരിക്കോട്ടിൽ നിന്ന് കോളേജ് ഓടിക്കൊക്കെ നിങ്ങോട്ട് പുതുപ്പറമ്പ് റോഡിന് തിരിയുന്ന റോഡിൻ്റെ അവിടെ നല്ല ബ്ലോക്ക് കേട്ടോ. കാരണം റോട്ടുമ്മേലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ബസ്സേരുണ്ട്, ബസ്സേർക്ക് പിന്നെ പോകാൻ സമയം ഭയങ്കര പ്രശ്നമുള്ള. അങ്ങനെ എനിക്ക് ഈ വരുന്ന വരവ് തന്നെ ഈ ചുവന്ന കാറുണ്ടല്ലോ നിലവിൽ വരുന്ന ആ ചുവന്ന കാറായിരുന്നു ഇയാൾ തടുത്ത് നിർത്തിയപ്പോൾ അയാളെ തട്ടിച്ച് എന്നുള്ള കണ്ടീഷനിൽ വന്ന് കുത്തിയിട്ട്. അപ്പോൾ അയാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്രയും ഞാൻ മുന്നിൽ വന്ന് തടുത്ത് നിർത്തിയിട്ട് നിങ്ങൾ പാഞ്ഞ് വണ്ടിയിട്ട് കയറണമെന്ന് വെച്ചിട്ടുണ്ടാക്കാൻ കച്ചറായിട്ട് പ്രശ്നങ്ങളും വർത്താനം നോക്ക് തിരക്കായിട്ട് സംസാരം ഒരു തമ്മിൽ. അങ്ങനെ എന്താ ചെയ്യുക, അയാൾ മാന്യമായ രീതിയിൽ വണ്ടി ഓരോന്നോരോന്ന് തടുത്ത് വിട്ട് അവരുടെ ബാക്കിൽ ബസ് ഒരുപാട് ബാക്കിലാണ്. അത്രയും ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടി അവർക്ക് എങ്ങനെയും പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അയാൾ ദേഷ്യത്തോടു കൂടി നടക്കുന്നത്. കാരണം അയാളെ ഒന്ന് കുത്തിയിട്ടാണ് ആ വണ്ടി ബാക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അയാളെന്തോ ധൃതി പ്രകാരം അയാളും പോവുകയാണ്. എന്തായാലും വല്ലാത്തൊരു സമയം എന്നറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം എന്തെങ്കിലും പറയണ്ടായി. ലാസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ സോൾവായി പോയി എന്നറിയാം. ചില സമയം അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷമയും സാഹചര്യമൊക്കെ അനുസരിച്ച് ചിലർ പെരുമാറില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു കഥ എന്ന് പറയാം. അവിടുന്ന് ബ്ലോക്കും കാര്യങ്ങളൊക്കെ നല്ല ബ്ലോക്ക്. പൊതുവേ ആ സമയത്ത് അവിടെ എപ്പോഴും ബ്ലോക്ക്. എൻ്റെ ബാക്കിലൊക്കെ ഇറങ്ങാൻ വേണ്ടി ആ ബസ്സിലുണ്ടായിരുന്ന ആളെ എന്നിട്ട് ആ കണ്ടക്ടർ അയാൾ തടുത്തെടുത്തപ്പോൾ അയാൾ തട്ടിച്ചിട്ടൊക്കെയാണ് ആ വണ്ടിയിട്ട് അയാൾ പോകുന്നതില്ല, കാറായിരുന്നു. എന്തായാലും നമ്മൾ അവിടുന്ന് ബ്ലോക്കിൽ നിന്നൊക്കെ കഴിച്ചിലായി. ഇപ്പോൾ നമ്മൾ ഇനിയും ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല കേട്ടോ. ബ്ലോക്ക് ഇനി പോകണത്തോളം ബ്ലോക്ക് തന്നെയാണ്. മുന്നിലേക്ക് എത്രത്തോളം പോകണം അത്രത്തോളം ബ്ലോക്ക് തന്നെ കേട്ടോ. കോട്ടയ്ക്കൽ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ഇതാണ്. അങ്ങനെ ഞങ്ങൾ വല്യറമ്പെത്തിട്ടോ. വല്യറമ്പെത്തിയപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് കുറുക്കുണ്ട് ഹോട്ടലിൽ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണമെന്നുണ്ടല്ല, നോർമൽ വീട്ടിലത്തെ ഭക്ഷണം കേട്ടോ അവിടെ കൊടുക്കൽ. അങ്ങനെ സുന്ദരേട്ടൻ്റെ എല്ലാവരും ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ എത്തിക്കൽ പമ്പിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള കൊല്ലം കിട്ടാനുള്ള നമുക്കൊരു ഗഡുണ്ട് ഡയറി കേട്ടോ. അത് കിട്ടിയിട്ടോ 2025 പുത്തൻ ഡയറി കിട്ടിയിട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് കോറിയിലെത്തിയപ്പോൾ കോറിയത്തെ മേശേരി ഓണറൊക്കെ കൂടുതലാണ് മജാക്ക അവിടെ ഇപ്പോൾ കുട്ടികളൊപ്പം കൂടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക വൈബാട്ടോ. കാരണം നമുക്കൊന്നും പറ്റുന്ന സമയത്ത് കളിക്കാൻ പറ്റാത്തത് നമ്മളൊരു പോരായ്മ, അതങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ലോഡൊക്കെ എടുത്ത് പോകുന്നു കേട്ടോ. ലോഡ് എടുത്ത് പോകുന്നതിനാൽ കുട്ടികൾ പിന്നെ വേഗം കയറ്റി എടുക്കേണ്ട സംഭവിച്ചിട്ടുണ്ടായതുകൊണ്ട് അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട്. ഞങ്ങൾ ലോഡൊക്കെ കയറ്റിങ്ങാണ്ട് വേഗം പോകുന്നു നോക്കുമ്പോഴും തുടങ്ങി എവിടുന്ന് ബ്ലോക്ക്. കോട്ടയ്ക്കൽ കഴിഞ്ഞ പാട് തുടങ്ങിയ ബ്ലോക്കാണ്. കോട്ടയ്ക്കൽ എത്തിക്കൽ പമ്പ് കഴിഞ്ഞ പാട് തുടങ്ങിയ ബ്ലോക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് ചെങ്കോട്ടി എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണം. കാരണം അത്രത്തോളം റോഡ് ബ്ലോക്കാണ്. റോഡ് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് കേട്ടോ. ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ, 2 ലൈനായിട്ട് തന്നെ പോകണിട്ട് അത്രയും തിരക്കാണ്. റോട്ടമ്മലൊക്കെ വണ്ടിക്കാരും നിറഞ്ഞിട്ട് കാരണം ചെങ്കോട്ടി ജംഗ്ഷനിൽ പൊതുവേ ബ്ലോക്ക് കൂടുതലാട്ടോ.
വൈകുന്നേരങ്ങളിലൊക്കെ പൊതുവേ അവിടെ തന്നെ അങ്ങനെ ഒരു കണ്ടീഷനാണ് കേട്ടോ. തൃശ്ശൂർ റോട്ടിലേക്കുള്ള വണ്ടികൾ ഇപ്പോൾ ഈ ശബരിമല സീസൺ ആയത് കാരണം നമുക്ക് അയ്യപ്പ ഭക്തന്മാർ ഒരുപാട് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ തിരിയാളെ ഈ ജംഗ്ഷനിൽ വന്നിട്ടാണല്ലോ തിരിയലിട്ടാ. നമ്മൾ കോഴിക്കോട് റോട്ടിന് വന്നിട്ട് തൃശ്ശൂർ റോട്ടിന് തിരിയണമെന്നുണ്ടെങ്കിൽ ചെങ്കോട്ട് ജംഗ്ഷനിൽ നിന്ന് തിരിയുണ്ട്. ജംഗ്ഷനിൽ തിരിയണോടത്തോളം എല്ലാ വണ്ടിയും കൂടി ഒന്നിച്ചിങ്ങോട്ട് വരുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ആവട്ടെ പൊതുവേ. കാരണം നമ്മൾ ഈ വലിയ വണ്ടിയാകുമ്പോൾ ചവിട്ടി താങ്ങി കയറ്റി മുന്നിലേക്ക് കൊണ്ടുവരുന്നിടത്തോളം നമുക്ക് ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇതാക്കാൻ. ലോഡാണെങ്കിലും ചിലവർക്ക് ലോഡും വണ്ടിയാണെന്നുള്ളൊരു പരിഗണനയും സഹകരണം ഒന്നുമില്ല കേട്ടോ. ചില കാറുകാരെ വിചാരം നമ്മളെന്തോ അവരെ പോലെ തന്നെ ചവിട്ടിയാൻ നിൽക്കുന്ന ബ്രേക്കും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ നടക്കണമെന്ന്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. ഏതൊരു ലോഡിങ് വണ്ടിക്കാരനോട് ചോദിച്ചാൽ അവൻ്റെ അവസ്ഥ അവനേ അറിയുള്ളൂ. കാരണം അത് മുന്നിൽ കൂടി പോകണമെന്ന് വിചാരിക്കും. അതും വാഹനമല്ലേ ചവിട്ടിയാൽ നിൽക്കുന്നുണ്ടാവും എന്നൊക്കെയാണ്. കാരണം മുന്നിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചവിട്ടി ഇങ്ങനെ കളിക്കുമ്പോൾ കയറ്റത്ത് വരെ നമ്മളിട്ടിങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന ചില സമയങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് അറിയില്ല. ഇവർ ഇതേമാതിരി റോട്ടും ഓടിച്ച് ശീലമില്ല. ഓരോ ഇൻഡിക്കേറ്റർ ഓരോരുത്തർ നിന്ന് ഇട്ടാൽ തിരിയേണ്ട സ്ഥലത്ത് നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത തിരിയേണ്ട സ്ഥലം വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവിടേക്ക് ഇടാൻ തോന്നുള്ളൂ. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇന്നും ഉണ്ട്. കാരണം യഥാർത്ഥത്തിൽ വണ്ടി ഓടിക്കുന്നുണ്ടെന്നുള്ളൂ, യഥാർത്ഥം നിയന്ത്രിക്കാൻ അറിയാത്ത ഒരുപാട് വ്യക്തികൾ ഇന്നും റോട്ടുമുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാലത്തിൻ്റെ ഇതിലത് മാറിക്കോളും എന്ന് വിചാരിക്കുക. പിന്നെ മാറുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ഓരോരുത്തർക്ക് മാറ്റം വരും. അല്ലാതെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നിടത്തോളം മാറ്റങ്ങൾ വരും കേട്ടോ. അതിനെന്തായാലും ഇനിയിപ്പോൾ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഓരോ നിയമം വരുമ്പോഴും നമ്മൾ സാധാരണക്കാരൻ നെഞ്ഞത്തടിച്ചിട്ടേ ഓരോ നിയമം വരുന്നത്. അതുകൊണ്ടാണ് വലിയൊരു വിഷമം വരുന്നത്. കാരണം നമ്മൾ അന്നാന്നുള്ള അരിയും കാര്യങ്ങളും വാങ്ങാൻ വീട്ടു ചിലവും കാര്യങ്ങളും അല്ലാതെ വലിയൊരു ബാധ്യതയും കാര്യങ്ങളും നമ്മൾ സ്വർണ്ണം കൊട്ടാരൊന്നും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് ഈ വണ്ടിപ്പണി എടുത്തുകൊണ്ട് കഴിയില്ല കേട്ടോ. കാരണം എത്ര നമ്മൾ കഷ്ടപ്പെടുന്നു അതിനകത്ത് നമുക്ക് ചിലവും വരവും ചിലവ് കൂടുതൽ എന്നല്ലാതെ വരവ് എന്തായാലും വലിയ കൂടുതലൊന്നുമില്ല. ഓരോ ദിനം തോറും നമുക്ക് വാടകയിൽ കുറവ് വരിക എന്നല്ലാതെ നമുക്ക് നമ്മളെ ബെനിഫിറ്റിലൊരു ലാഭം വരുന്നില്ല കേട്ടോ. എല്ലാവരും വിചാരം കാരണം ഈ വണ്ടിയായിട്ട് അടക്കുന്നുണ്ട്, വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്രത്തോളം ബാങ്കിലും ബാധ്യതയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് തള്ളി നീക്കണമെന്നുള്ളത്. ഒരു ദിവസം വാഹനം നിർത്തിയിട്ട് ആ വാഹനത്തിന് 200 റുപ്യ ഒരു ദിവസം നമുക്ക് ആ വണ്ടിക്കും വേണ്ടി ചിലവാണ്. കാരണം ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ടാക്സും കാര്യം കൊല്ലത്തിൽ 10-60,000 ഇപ്പോൾ ഒരു വണ്ടിക്ക് ചിലവ് വരുന്നുണ്ട് കൊല്ലത്തിൽ. ഒക്കെ കൂടി കഴിച്ചു തരുമ്പോൾ സാധാരണക്കാരൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ നമുക്കെല്ലാം അറിയുള്ളൂ. എല്ലാം കൊണ്ടും നമ്മൾ വണ്ടിക്കാരനല്ലേ എപ്പോഴും കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മളവസ്ഥ നമുക്ക് തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറൊരാൾക്കും ഉണ്ടാവില്ല. വണ്ടി ഓടിക്കണമെന്നല്ല അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ തേയ്മാനവും അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും മുന്നിൽ പോകുന്നവർക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല, നിയമങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയാം. അങ്ങനെ നമ്മളിതാ എഡ്രിക്കോഡ് സിഗ്നലിലെത്തി. എഡ്രിക്കോഡ് സിഗ്നൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ സിഗ്നലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സിഗ്നലൊന്നും ഇല്ലാത്തൊരു എഡ്രിക്കോഡാണ്. കാരണം എന്താ വെച്ചാൽ സിഗ്നൽ ഇല്ലെങ്കിലും ശരി, സിഗ്നൽ ഉണ്ടാകുമ്പോഴാണ് ബ്ലോക്ക് കൂടുതൽ. സിഗ്നൽ ഇല്ലാതാകുമ്പോൾ ബ്ലോക്ക് പൊതുവെ കുറയാണ് ചെയ്യാൽ. പക്ഷേ ഇപ്പോൾ ഈ ഇടയിൽ എന്താണെന്നില്ല, ഇപ്പോൾ സിഗ്നൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്ലോക്കിന് ഇപ്പോൾ ഈ ബ്ലോക്ക് ഇപ്പോൾ ഈ എഡ്രിക്കോഡിൻ്റെ അവിടെ നിന്നുള്ള ബ്ലോക്ക് ഏതാണ്ട് കോട്ടയ്ക്കൽ വരെ ബ്ലോക്ക് തന്നെ കേട്ടോ. അങ്ങനെ നമ്മളെ അവസ്ഥ പറയുകയാണെങ്കിൽ കഷ്ടം ശോകം തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ലോഡും കാര്യങ്ങളൊക്കെ സൈറ്റിലേക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ കോഴിച്ചിന് ഭാഗത്ത് തന്നെ സൈറ്റിൽ ഇരുട്ടാവേണ്ട ഒരു സമയം ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് സൈറ്റിൽ. എന്താ വെച്ചാൽ നമുക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീഡിയോ എടുത്താൽ ക്ലിയറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ നോർമൽ ഫോണും വെച്ചുകൊണ്ടല്ലോ നമ്മളൊക്കെ ജീവിതം എന്ന് പറയുന്നത്, അല്ലാതെ നമ്മൾ ബ്രാൻഡഡ് ഫോണോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ ലോഡൊക്കെ ഇറക്കിങ്ങാണ്ട് നമ്മൾ കോഴിച്ചിനെന്ന് വണ്ടി അവിടെ ഒരു അഴിവ് സൈഡാക്കിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോകുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിൽ കാത്തിരിക്കാൻ കുട്ടികളും എല്ലാവരും ഉണ്ടായതുകൊണ്ട് നമ്മൾ സെറ്റായിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ആദ്യമോനും അമ്മണിയൊക്കെ സെറ്റായിട്ട് വന്നിട്ട് ഞാൻ വന്ന സമയത്ത് തന്നെയാണ് അച്ഛനും വന്നിട്ട്. അപ്പോൾ എൻ്റേത് കിട്ടുന്നതിന് മുന്നേ അച്ഛൻ്റെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ ഹാപ്പി ആട്ടോ എന്തായാലും.